ഹായ് നമസ്കാരം കൂട്ടുകാരെ. താളന്തവരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കുണ്ടുകിഴങ്ങ് എന്ന് പറയുന്ന സാധനമാണ്. നമ്മളിങ്ങോട്ട് അങ്ങനെ പറയും, നിങ്ങൾ അതിനെ കാച്ചിൽ എന്ന് അങ്ങനെ എന്തോന്ന് തോന്നുന്നുണ്ട്. ആ സാധനമാണ് നമ്മളെ കുണ്ടുകിഴങ്ങ്. ഞാൻ കാണിക്കാതെ എന്തോന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ കൊള്ളിക്കറിയും ചക്കക്കറിയിലും ഉണ്ടാക്കുന്നില്ല, അത് കണക്ക് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. ഈ കുണ്ടുകിഴങ്ങ് എന്താണെന്ന് നിങ്ങൾ കാണണ്ടേ? പോന്നോളൂ. ഇതാണ് നമ്മളെ കുണ്ടുകിഴങ്ങ് എന്ന് പറയുന്നത്, ഞങ്ങളെ കാച്ചൽ. നമ്മൾ ഇങ്ങോട്ട് കുണ്ടുകിഴങ്ങാണെന്നാണ് പറയൽ. അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് ഇതിൻ്റെ തൊലി പൊളിച്ചെടുക്കണം. ഇത് ചിരണ്ടി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് വഴുവഴുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം പിടിച്ചെടുക്കാനേ പറ്റും, പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ചേനയും ചേമ്പലും തൊലി എളിയുമ്പോൾ കൈ ചൊറിയുന്നത് കൊണ്ട് അങ്ങനെ ചൊറിഞ്ഞൊന്നും വരില്ല അതിൻ്റെ ഇത് കൊണ്ട് കഴിഞ്ഞാൽ. പക്ഷേ ഇതിനെ ചിരണ്ടി എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട്. അപ്പം ഞാൻ ഇതിനെല്ലാം ഒന്ന് ചിരണ്ടി എടുത്ത് വരാം. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചിരണ്ടി നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇതിനെ മുറിച്ച് കഴുകിയെടുക്കണം. അപ്പോൾ മുറിച്ച് കഴുകി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ആവശ്യത്തിന് ശേഷം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ഇടണം. ഉപ്പും കൂടി ഇട്ടിട്ട് അത് വേവാണ്ടാക്കത്തെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കണം. ഇത് നമ്മൾ കൊള്ളിക്കറിയെല്ലാം ഉണ്ടാക്കുന്നില്ലേ, അത് നിങ്ങളെ കപ്പ വലിച്ച് ആ സാധനം ഉണ്ടാക്കുന്നത് കണക്ക് തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇത് നമുക്കിങ്ങനെ പുഴുങ്ങിയിട്ടും തിന്നാൻ പറ്റും. അപ്പോൾ ഇത് വെള്ളമെല്ലാം ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് അടച്ച് വെക്കാം. ഇത് വെന്ത് വരട്ടെ. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാൻ കുറച്ചും തേങ്ങയും കുറച്ചും ജീരകവും ഒരു 2 പച്ചമുളകും കൂടി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം മുരിഞ്ഞെടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ എരിശ്ശേരിക്കെല്ലാം ഉണ്ടാക്കുന്നില്ല, അത് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാണത്, കണ്ടില്ല, മുരിഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒന്ന് ചതച്ചത് മാത്രം. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി സെറ്റാക്കി എടുക്കാം. ഇത് കാണുമ്പോൾ ഇപ്പോൾ അങ്ങനെ കുറച്ചും വെള്ളമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, ഇത് കുറച്ചും കഴിയുന്ന സമയത്ത് കുറച്ച് നല്ല നമ്മളെ കൊള്ളിക്കറിയിലുണ്ടാക്കി ഉണക്കി തന്നെ ആവും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് വന്നു. ഇത് ഒന്ന് നന്നായി ഇളക്കി എടുത്തതിന് ശേഷം നമുക്കിങ്ങനെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതിന് താളിച്ചിടണം. നമുക്ക് ആ പച്ചച്ചവ മാറാണ്ട് കുറച്ചൊന്ന് ചൂടാക്കാം. അത് കഴിഞ്ഞതിന് ശേഷം വാങ്ങി വെക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി ചൂടായിട്ടുണ്ട്. അതിൻ്റെ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇത് ഞാൻ മുളക് കുനിച്ചതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞത് ഞങ്ങളെ കറി കുനിച്ചത് അതന്നെ. അത് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഉടച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളെ കുണ്ടുകിഴങ്ങ് വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ചെരിഞ്ഞു കൊടുക്കാം. ഇത് കരിയാൻ പാടില്ല, എന്നാലും നന്നായി മൂത്ത് വരികയും വേണം. നിങ്ങളുടെ അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇളക്കി കൊടുത്തുകൊണ്ട് വെക്കണം. പെട്ടെന്ന് തീ വെച്ച് നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കുമ്പോൾ അത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചെറുതീയിൽ വെച്ചിട്ട് നന്നായി ഒന്ന് മുരിച്ചെടുക്കണം. ഇങ്ങനെ അതായി വരുന്നുണ്ട്. വെളുത്തുള്ളിയിലെല്ലാം ആ ഒരു സ്മെല്ലിങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ നമ്മളെ കുണ്ടുകിഴങ്ങ് കറിയാക്കിയത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മളെ കറുവം കൂടി കുണ്ടുകിഴങ്ങ് കറിയിലേക്ക് ഇട്ടുകൊണ്ട് ഇനി ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. കണ്ടല്ലോ. അപ്പോൾ നമ്മളെ കുണ്ടുകിഴങ്ങ് കറി, നിങ്ങളെ കാച്ചിൽ കറി, നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കൽ ആണെങ്കിൽ ഒന്ന് ഇതിൻ്റെ കമൻറ്റിൽ പറഞ്ഞത് കേട്ടോ. അങ്ങനെ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കോളും. എങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കമൻറ്റിലൂടെ പറയും കൂടി വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.